ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് നോക്കേണ്ട, എല്ലാം മെസ്സി ആയി കിടക്കുകയാണ്. ഞാൻ ഇന്നിപ്പം വെലിസിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷേ ഇപ്പം ഞാനിങ്ങനൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടോ റിയാക്ഷൻ വീഡിയോ ആയിട്ടോ അങ്ങനെയൊന്നും വിചാരിച്ചത് ചെയ്യുന്നതല്ല. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനേ എൻ്റെ പ്ലാനിലേ ഇല്ല. ബട്ട് എനിക്ക് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം തോന്നി. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലാത്ത പോട്ടെ, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ക്ലിയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ആക്ച്വലി എൻ്റെ മക്കളെ, കഴിഞ്ഞ ദിവസം കട്ട വന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ. അപ്പോൾ അതിൽ കുറച്ച് ആദ്യമേ ഞാൻ പറയട്ടെ, ഒരു 90% ആൾക്കാർ കമൻറ്റ് ചെയ്തതും കാര്യങ്ങളും ആ തമാശകളായി തന്നെ എടുത്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിലൊരു 10% ആയിരിക്കാം, അതായത് ഒരു 100 കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 90 നല്ല തന്നെയാണ്. 10 ആയിരിക്കാം ഈ ഇത്തരത്തിലൊരു നെഗറ്റീവ് എന്നല്ല, അവരുടെ ഒപ്പീനിയൻ ആയിരിക്കാം. ഓഫ് കോഴ്സ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ ഒരു യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരുടെയും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അതായത് ഒപ്പീനിയൻസ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എല്ലാം അതിൻ്റെതായ സെൻസിൽ, ഇപ്പം നമ്മൾ തമാശയായിട്ട് എടുക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന തമാശ രൂപേണുള്ള കമൻസ് ആണ് ഞാൻ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. വൾഗറായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ റിപ്ലൈ തന്നിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, കാര്യം അറിയാത്തവരും ഉണ്ടാവൂലേ. കട്ട വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലത് ഞങ്ങൾക്ക് വലിയ പുത്തരിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ലൈക്ക് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ക്യാരക്ടർ ചേഞ്ച് വരുത്തിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ റിയൽ ആയിട്ട് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും ബിഹേവ് ചെയ്യുന്നത് തൊട്ടിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ അനിയനോ അല്ലെങ്കിൽ കല്യാണിയോ ആരോടാണെങ്കിലും ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലും കാണിച്ചത്. അല്ലാതെ അവിടെ ഒരു മാനിപ്പുലേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് നോർമലി ഇപ്പം എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് എടുത്ത് വോയിസ് ഓവർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര എന്താ പറയുക നല്ല വീഡിയോസൊക്കെ മീൻസ് നല്ല വീഡിയോസ് എന്നല്ല, എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മെച്യൂരിറ്റി, ബോൾഡ്നെസ്, മാനറിസം പറഞ്ഞ സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോസ് ഇടായിരുന്നു. ബട്ട് ഞാൻ നോർമലി, അതായത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്, ഞങ്ങളുടെ സംസാരം എങ്ങനെയാണ്, ഞങ്ങളുടെ തമ്മിലുള്ളൊരു ബോണ്ടിങ് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഒരു ഫാമിലിയിൽ എത്താൻ ഭാഗ്യം വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു സംസാരിക്കാൻ ഒരു ഫ്രീഡം ഉണ്ടാകുന്നത് നിങ്ങൾ നമ്മളുടെ ബോണ്ടിങ് കൊണ്ടാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പോസ്റ്റ് കമൻറ്റ്സ് ഞാൻ അതിൽ കണ്ടിട്ട് താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. കാരണം നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റൂ, എസ്പെഷ്യലി ഇൻലോസിൻ്റെ അടുത്ത് അല്ലേ. അപ്പോൾ എനിക്ക് ആ ഫ്രീഡം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത്രയും ഫ്രീഡം എടുക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇത്. അതായത് എനിക്ക് പണ്ട് പറ്റിയിട്ടുണ്ട് പല അബദ്ധങ്ങളും. അതായത് ഞാൻ ഇങ്ങനെ ബ്ലാ 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 അടിച്ച് നടക്കുന്ന ഒരു ടൈപ്പാണ് പണ്ടോട്ടേ. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരുപോലെ ഇടപഴകുമ്പം അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം. ഇഷ്ടപ്പെടാത്തവരുടെ അടുത്ത് നിന്ന് ചിലപ്പം നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ സങ്കടമാവുന്നതോ അല്ലെങ്കിൽ പിന്നീട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം. അത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും, പലരും അനുഭവിച്ചിട്ടുള്ളതും ആയിരിക്കും. ഞാൻ അതിനൊക്കെ പഠിച്ചൊരു പാഠം എന്താ വെച്ചാൽ, നമുക്ക് എവിടെയാണോ സ്പേസ് ഉള്ളത്, നമുക്ക് ആ ഫ്രീഡം ആരാണോ തരുന്നത് അവരുടെ അടുത്ത് മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പാടില്ല. അതറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാറുള്ളൂ. ഇവിടെ ഇപ്പം കട്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനും വൈശാട്ടനും സ്നേഹിച്ച് നടക്കുന്ന കാലം തൊട്ടിട്ടെ ഞങ്ങളുടെ ഇടയിലുള്ള ഹംസമാണ് അവൻ. അപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക, ഇപ്പോൾ വൈശാഖേട്ടനോട് ഞാൻ വൈശാഖിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ അത് കട്ടയാണെന്നേ പറയൂ. കട്ടയനോട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വൈശാഖിനായിരിക്കും പറയാം. ബിക്കോസ് അവർ തമ്മിൽ ഒരു ഏട്ടൻ അനിയൻ ബന്ധത്തിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർ ഏത് അങ്ങേയറ്റത്തെ കാര്യം വരെ തമ്മിൽ ഡിസ്കസ് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും. ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ അനിയനെടുത്ത് പറയാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും അവർ തമ്മിലൊരു ബോണ്ടാണത്. അത് കാണുന്ന ഞാനാണെങ്കിലും ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം കല്യാണിയുടെ അടുത്തുണ്ട്. എനിക്കിപ്പോൾ ഒരു സങ്കടം വന്നാലും അല്ലെ എന്തൊരു കാര്യമാണെങ്കിലും, ഇനി പൊട്ടത്തരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം അവൾക്കാണെങ്കിലും അവളിപ്പം എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന പോലെ ബ്ലാബ്ല അടിച്ച് നടക്കുന്ന ഒരു കുട്ടിയൊന്നുമല്ല. അപ്പോൾ അവൾക്ക് അവളുടേതായ ഒരു ഇപ്പം ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, കല്യാണി ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയല്ലേ. അപ്പോൾ ബോൾഡായിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ എൻ്റെ അടുത്ത് എന്ത് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ഞാൻ ചെയ്യുന്നൊരു കാര്യം ഒക്കെ ഇഷ്ടപ്പെട്ടില്ല, ഓളത് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറയാം. ഇപ്പം എനിക്ക് അതുപോലെ തന്നെയാണ്, ഓൾ ചെയ്തൊരു കാര്യം ഇഷ്ടമായില്ല, അത് ചെയ്ത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു ഫ്രീഡം ഞങ്ങൾ തമ്മിൽ ആ ഒരു സ്പേസ് ഞങ്ങൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഇപ്പം നിങ്ങളെ വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഞാൻ അങ്ങനെ വാശി പിടിക്കുന്നില്ലല്ലോ. ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന പോലെ എല്ലാ വീട്ടിലും നടക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്. ഞങ്ങളിവിടുത്തെ ഇപ്പം ഞാൻ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഞാനന്ന് ജസ്റ്റ് അവരുടെ വാതിൽ മുട്ടി ഉള്ളിൽ കയറിയതിനാണ് നിങ്ങൾ ഇത്രയൊക്കെ കമന്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കെട്ടിയോട് നിൽക്കുമ്പോൾ അവിടെ വന്ന് ഈ കട്ട മൊത്തം ഊരിക്കൊണ്ടുപോയ മുതലാണ് കട്ട. അപ്പോൾ ഞാൻ ചെറിയ പണിയൊക്കെ കൊടുക്കണ്ടേ? ഇതൊക്കെ ആക്ച്വലി ഒരു തമാശയായിട്ട് എടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് ഇതിനെ നിങ്ങൾ അവരുടെ ഫ്രീഡത്തെ മാനിക്കുന്നില്ല, അവർക്ക് പ്രൈവസി കൊടുക്കുന്നത്. ഞാൻ അവരുടെ നടുക്കല്ല എന്ന് കിടന്നുറങ്ങിയത്. നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ അത്ര സമയമുണ്ടോ, ആ അത്ര സമയം മാത്രമേ ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ. ഞാൻ അവരെ വെറുതെ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതേ ഉള്ളൂ. അതൊരു ചേച്ചി അനിയനോ ഒരു ചേച്ചി അനിയത്തിയും നമ്മളുള്ളൊരു കോമഡി ആയിട്ട് കണ്ടാൽ മതി. ഇതുപോലെ തന്നെ തിരിച്ച് അവരെന്നോടും പറയാറുണ്ട്, അവരെന്നോടും ചെയ്യാറുണ്ട്. ഇപ്പം അനിയനും അനിയത്തി മാത്രമല്ല, ഞാനിപ്പോൾ വൈശാട്ടനൊക്കെ വന്നിട്ട് പിറ്റേന്ന് എന്നെ കാണുന്ന സമയത്ത് എൻ്റെ ഇവിടുന്ന് അമ്മ എന്നോട് കൗണ്ടർ അടിക്കാറുണ്ട്. നമ്മളൊരു ബോണ്ട് അങ്ങനെയാണ്. സോ അതിൽ എനിക്കൊരു മോശവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതിൽ കമൻറ്റ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായേക്കാം. വാട്ടവർ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒക്കെ ഞാൻ മാനിക്കുന്നു. മാന്യമായിട്ടുള്ള കമൻസിന് ഞാൻ മാന്യമായി തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ ചിലർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ബിക്കോസ് അവരങ്ങനത്തെ ഒരു ഫാമിലിയിൽ ആയിരിക്കില്ല. ചിലപ്പം ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അവർക്കത് ഇഷ്ടപ്പെടാതായിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഞാൻ അതൊന്നും ചെക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ദൈവം സഹായിച്ച് ഇവിടെ വന്നിട്ടുള്ള മരുമക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ, ഇളയമ്മ, അമ്മ, കല്യാണി, ഞങ്ങൾ 4 പേരും ആണല്ലോ. അപ്പോൾ മരുമക്കളുടെ കൂട്ടത്ത് അത്തരം ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഞങ്ങളുടെ ഫാമിലി ഇപ്പം ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ കമൻസൊക്കെ കണ്ടപ്പം ഞാനിപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോൾ ചേച്ചി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ പ്രൈവസിയിൽ ചേച്ചി എന്തിനു കടന്നു എന്ന് കല്യാണം ചിന്തിച്ചാൽ പോയി. നമ്മൾ ആ ഒരു ബോണ്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അതുപോലെ തന്നെ ഞാൻ വിശാലോടെ നിൽക്കുമ്പോൾ കട്ട ഇവിടെയൊക്കെ വന്നിട്ട് കട്ടണ കൂരിക്കൊണ്ടേ അങ്ങനെ ഞങ്ങൾ ഇവിടെ സൂചിക്കാനാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. അപ്പം ഞാൻ എന്തൊരു കാര്യമാണ് ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വെച്ചാൽ ഞാൻ 2 കച്ചറ ഉണ്ടാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലേ. സോ നമ്മൾ ഒരു ഫാമിലിയിൽ എല്ലാവരും തമ്മിൽ സ്നേഹിച്ചും മനസ്സിലാക്കിയും ഒക്കെ നിൽക്കുന്നതനുസരിച്ചാണ് ആ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നല്ല നല്ല കമൻറ്റ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഏതൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംശയം ചോദിക്കട്ടെ ദൃശ, നെഗറ്റീവ് അല്ല ആദ്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വൈശാഖിന് വേറൊരു അനിയനും കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വൈഫിന് ഇതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ദൃശ്യം ഇതുപോലെ തന്നെ അവരുടെ ബിഹേവ് ചെയ്യുന്നു. 100% ദൃശ്യം അവരുടെ അടുത്തേക്ക് പിന്നെ ഈ പരിപാടിക്ക് പോവില്ല. കാരണം ഞാൻ എപ്പോഴും എനിക്കൊരു എൻ്റെ പീപ്പിൾസ് എന്ന് പറയുന്ന കുറച്ച് എൻ്റെ ആൾക്കാർ എന്ന് പറയുന്നൊരു ഇതുണ്ടാവില്ലേ, അതായത് എനിക്ക് എന്തും പറയാനോ അല്ലെങ്കിൽ എന്തും എന്താ പറയുക എല്ലാ ഫ്രീഡം എടുക്കാനും പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഇടമില്ലാത്തയിടത്ത് ഇടം തേടരുതെന്ന് കേട്ടിട്ടില്ലേ, അത് നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എനിക്കൊരു സ്ഥലത്ത് ഇടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിഞ്ഞു കയറാൻ പോകാറില്ല. അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറ്റം പറഞ്ഞ് പിന്നെ വിളിച്ചുകൊണ്ട് ഓരോരുത്തേക്ക് അതേ ക്യാരക്ടർ വെച്ചിട്ട് പോകുന്നത് ഒരു കാര്യമില്ല. സോ അങ്ങനെ ഒരു എന്താ പറയുക സീസണിലോ ആണ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണി അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ അവളുടെ അടുത്ത് പിന്നെ അത്തരം ഒരു തമാശയോ കാര്യങ്ങളോ പറഞ്ഞ് ഞാൻ പോവില്ല. കാരണം അവൾ അതേ ഇതിൽ ബൗൺസിൽ തിരിച്ചടിക്കുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വൈശാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ എനിക്കുള്ള ട്രോൾ അവിടെ ഉണ്ടാവാറ്. അത് കല്യാണിയാണെങ്കിലും അമ്മയാണെങ്കിലും അശ്വിനി ആണെങ്കിലും എല്ലാവരും കളിയാക്കിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബോണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. അതിൽ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ കമൻസ് ഒക്കെ വന്നത് കണ്ടിട്ട് ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ എയർലാന്ന് തോന്നുന്നു, ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ തമാശയ്ക്ക് പറയണാടൂ, അല്ലാതെ ഞാൻ പോരോ റൂമിൽ നിങ്ങൾ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഓരോ വാതിലിൻ്റെ ഉള്ളിൽ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കിയാണ്. ഞാൻ ജസ്റ്റ് മുട്ടി ഓരോരുത്തർ തമാശ പറഞ്ഞ് പോകുന്നതല്ല, അത് ആ ഒരു സെൻസിലെടുത്താൽ പോരെ. അപ്പോൾ അതൊക്കെ ആ സെൻസിലെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാനിത് ഒരിക്കലും നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ എനിക്കിതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, അതെനിക്ക് കുറച്ച് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു കമൻറ്റിന് എനിക്ക് തോന്നി, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നോ എന്ന് തോന്നിയ ഒരേ ഒരു കമൻറ്റ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടുള്ളൂ. ഒരൊറ്റ കമൻറ്റ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതായത് കുറച്ച് ജെന്യുവിൻ ആണ്, എനിക്ക് ശരിയായിരുന്നു, ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തോന്നിയൊരു ഒറ്റൊരു കമൻറ്റ്. ബാക്കിയുള്ള കമൻസ് ഒക്കെ എന്ന് വെച്ചാൽ ചില ആൾക്കാർ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പറഞ്ഞ രീതി ശരിയല്ലാത്ത ആൾക്കാരുണ്ട്. ഒരാളുടെ കമൻറ്റ് ഞാൻ വ്യക്തമായിട്ട് ഓർത്ത് വെക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവ് ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ നടക്കാമെന്ന് 3ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ദൃശ്യക്ക് മനസ്സിലായില്ലേന്ന്. അവിടെ ഇരിക്കേ, കിടന്നോ കിടക്ക്. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ആ കമൻറ്റിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു. 3ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ, ആദ്യം പ്രഗ്നൻ്റ് ആവുമ്പോഴേ ഞാനത് അറിഞ്ഞിട്ടുണ്ട്. കാരണം അതറിയാതെ ഞാൻ പ്രഗ്നൻ്റ് ആവില്ലല്ലോ. അപ്പോൾ അത്തരം കമൻസ്, കാരണം ഞാൻ അതിൽ വൾഗറായിട്ട് ഇപ്പോൾ കട്ടയനെ കല്യാണിനെ വൾഗറായിട്ട് കാണിക്കുക അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു തമാശ മാത്രമാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളൂ.
അല്ലാതെ ഒരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വൾഗാരിറ്റി ഒന്നും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചില്ല. കാണുന്നവർക്ക് മനസ്സിലാവും അല്ലേ. സോ ആ ഒരു കമൻറ്റ് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ താഴേക്കാണെങ്കിൽ ഈ കുട്ടി വിടുന്നുണ്ട്, കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊന്നും എനിക്കറിയില്ല, വിടുന്നില്ല. ഇത് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കട്ട പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർക്കത് കംഫർട്ടല്ല. ഞാൻ ടോനോട് ചോദിച്ചു എന്താണ് ഈ പറഞ്ഞത്. അപ്പോൾ ചോദിക്കും ഞാൻ എന്താ പറഞ്ഞത്. ഞാനും കല്യാണിയും കട്ടയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യണേ. ലൈക്ക് ഈ വീഡിയോ കണ്ടിട്ട് അവർ ചിരിച്ച ആ ഒരു തമാശ സെൻസിൽ എടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ കാണുന്നവർക്ക്. അത് മേ ബി അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായേക്കാം. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവസി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസി. ഞാൻ പറയട്ടെ, ഞങ്ങളിവിടെ 11 ആൾക്കാരുള്ളൊരു വീടാണ്. ഇവിടെ എനിക്ക് എൻ്റെതായ പ്രൈവസി വേണമെന്ന് ഞാനും, അവർക്ക് അവരുടേതായ പ്രൈവസി വേണം. ഞങ്ങളെല്ലാവരും പ്രൈവസി കെട്ടിപ്പൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ഇതുപോലെ തന്നെ പോകണമെന്നില്ല. എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും പ്രൈവസി ഇല്ലാതെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പ്രൈവസി മാത്രം കെട്ടിപ്പൂട്ടി നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ മറ്റുള്ളവർക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് പ്രൈവസി കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതും. ഓക്കെ, അപ്പോൾ ആ കുട്ടി പറഞ്ഞ ആ ഒരു കമൻസിനോട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കുറച്ച് ഹേർട്ടായതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവരിതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഈ വീട്ടിലുള്ളവർ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ള ഇപ്പം എൻ്റെ ഫാമിലി അവിടുത്തെ നിന്ന് എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ ആ കുട്ടിക്ക് അതിൻ്റെതായ രീതിയിൽ റിപ്ലൈയും കൊടുത്തു. എനിക്ക് ആരോടും അങ്ങനെ വിരോധ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ കണ്ടതെന്താ വെച്ചാൽ ലൈക്ക് പിന്നെ വേറൊരു കാര്യമായിട്ട് പറയാം. ചേച്ചി കുറച്ച് മാനേഴ്സ് കാണിക്കാനായിരുന്നു. കല്യാണ ചേച്ചി ബോൾഡ് ആവാൻ, അങ്ങനത്തെ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് കല്യാണ ചേച്ചി കുറച്ച് ബോൾഡാണ്, ചേച്ചി കുറച്ച് മെച്യൂർ. ഞങ്ങളെ ബോൾഡ്നെസ്സും മാനറിസും മെച്യൂരിറ്റിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് സ്പേസിലോ കാര്യങ്ങളോ അല്ല. ഞങ്ങളെ ഫാമിലിയിലാണ്. ഞങ്ങൾ എന്താണോ ഞങ്ങൾ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ഒരേ ഒരു സ്ഥലം, ഹോം നമ്മൾ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ എന്താണോ ഞങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇതുവരെ ഈ നിമിഷം വരെയും ഒരു റിഗ്രറ്റ് എനിക്കോ അവക്കോ തോന്നിയതായിട്ട് തോന്നിയിട്ടില്ല. ഇനി കല്യാണിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ അവളുടെ അടുത്തുള്ള അപ്രോച്ച് ചേഞ്ച് ചെയ്യും. ഇല്ലേ, ഡാം ഷുവറാണത്. ഓക്കെ, അപ്പം ഞാനും കട്ടയും കല്യാണിയും അല്ലെ വൈശാഖേട്ടനും അച്ഛനും അമ്മയും ഇളയമ്മ വരെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ഈ ഒരു കളിയും കൊണ്ട് പോകാറില്ല. കാരണം അച്ഛൻ ആ സ്പേസ് ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങനത്തെ ആ ഒരു ഈ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളായിട്ട് പോകാറില്ല. ഇളയമ്മേൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറും ഞങ്ങളെ ബിഹേവിയറും എല്ലാം. അതുകൊണ്ട് ഞാനായിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇനി അത് ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിലുള്ളൊരു ബുദ്ധിയും വിവരം, അതിനെയാണ് ഞാൻ മെച്യൂരിറ്റി ആയിട്ട് കാണുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര ബോൾഡാണ്, അല്ലെങ്കിൽ ഞാൻ മെച്യൂരിറ്റി കാണിക്കുന്നത്, ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തെ മോളാണ്. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഡോക്ടറല്ല, ഞാൻ ഇവിടുത്തെ മോളാണ്. ഞാൻ മെച്യൂരിറ്റി കാണിക്കുന്നിടത്തും മാനർസം കാണിക്കുന്നിടത്തും കാണിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനിയൻ്റെയും അനിയത്തിൻ്റെയും അടുത്ത് ഞാൻ മെച്യൂരിറ്റി മാനർസും ബോൾഡ്നെസ്സും അവർ എന്താണെങ്കിലും അങ്ങനെ ഒന്ന് കാണിച്ച ആ ഒരു സ്പേസിലാണെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരെന്തെങ്കിലും അതിനൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. അതിലാണ് മെച്യൂരിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇപ്പം ഞാനൊരു കമൻറ്റ് കണ്ടത്, ആ ചേച്ചീൻ്റെ കുറച്ച് ലൈൻസിൽ ഒരു 1-2 ലൈൻസിനോട് ഞാൻ വിയോജിപ്പ് കാണിക്കുന്നു. ബിക്കോസ് ഞാനാണ്, മറ്റൊരാളല്ല. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ക്യാമറേൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അഭിനയിച്ചിട്ട് നല്ല വെടിപ്പായിട്ട് ചാനൽ കൊണ്ടുപോകാൻ അറിയാം. കാരണം സുഖമാണ്. എനിക്ക് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഒരു ആവശ്യമില്ല. ജസ്റ്റ് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ഞാനായിട്ടാണ് എൻ്റെ ചാനലിൽ നിൽക്കാറ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ക്യാരക്ടർ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ അതിൽ മാനിപ്പുലേഷൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ നിങ്ങളുടെ കാര്യമാണ്. ഇപ്പം കുറച്ച് യൂട്യൂബേഴ്സിൽ ഇന്നാളെയാണ് ഇഷ്ടം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനും എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് നമ്മളുടെ ക്യാരക്ടർ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് ഞാൻ അതിൽ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു കമൻറ്റിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, എൻ്റെ മക്കൾക്ക് ദൃശ്യയുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്, ദൃശ്യയുടെ മക്കളെ കാണാൻ ഇഷ്ടമാണ്. സോ ഈ വീഡിയോ കണ്ട് പകുതി വെച്ചപ്പോൾ ഞാൻ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാരണം ഞാൻ വൾഗറായിട്ടൊന്നും കാര്യങ്ങളും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും മേ ബി ഞങ്ങളുടെ തമാശകൾ ചിലപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നേക്കാം. അതിൽ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു റീതിങ്കിങ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ചേച്ചി സോറി, ഇനി ശ്രദ്ധിക്കാം കേട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. സോ അതിലാണ് എനിക്ക് ചേഞ്ച് വരുത്തണം തോന്നിയൊരു കാര്യം, ആ ഒരൊറ്റ കമൻറ്റ്. അല്ലാതെ വേറെ ഒരു കമൻസിലും ഞാൻ അതിൽ കഴമ്പ് കാണുകയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ചേച്ചി പറഞ്ഞതിലും പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രൈക്കായി. ഞാൻ അതിൽ കറക്റ്റ് മാന്യമായ രീതിയിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ
നമുക്ക് ശ്രദ്ധിക്കാം ഇനി അങ്ങോട്ടേക്ക്. കാരണം തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണല്ലോ. അപ്പം തെറ്റാണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്കായി, അതുകൊണ്ട് ഞാൻ എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കും. പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഇത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ ബോണ്ട് ഇങ്ങനെയാണ്. ഓക്കെ. പിന്നെ കുറേ വേറെ ആരും പറഞ്ഞു കോഴിക്കോട്ടുകാർക്ക് ഇത് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും ദൃശ്യ, എല്ലാവർക്കും ഇത് പറ്റില്ല. മേ ബി ശരിയായിരിക്കാം. നമ്മളെവിടേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കും, കിട്ടും കൊടുക്കും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിവിടെ ഏട്ടനും അനിയനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് പണി തരും, അങ്ങോട്ടും കൊടുക്കും, നന്നായി അങ്ങോട്ട് കളിയാക്കും. ഇനിയിപ്പോൾ വൈശാട്ടം വരുമ്പോൾ നോക്കിക്കൊണ്ട് ഇവരിനെ തിന്നും, അതെനിക്ക് ഷുവറാണ്. വൈശാട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻപും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫുൾ ട്രോളാണ്, അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രം. പിന്നെ ഞാൻ ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പുറത്തെ വീട്ടിലത്തെ കഥ എടുത്തിട്ട് എനിക്കിടാൻ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് നാട്ടിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ലാതെ വൾഗറായിട്ടുള്ള കാര്യങ്ങളോ അല്ലെ മറ്റുള്ളവരുടെ താല്പര്യമില്ലാതെ ഞാൻ അവരുടെ വീഡിയോ എടുത്തത്. അതായത് പിന്നെ അച്ഛനെ അമ്മേൻ്റെ ആണെങ്കിലും കട്ടേൻ്റെയും കല്യാണിൻ്റെ ആണെങ്കിലും അവർക്ക് ഇഷ്ടമില്ല ചേച്ചി അത് ഇടരുത് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല. നിങ്ങൾ ഹെയ്സുവിൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കിയൊക്കൊണ്ടു, ജനിച്ചപ്പോൾ തൊട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള വീഡിയോസ്, അവളുടെ ഫേസ്, കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നവരെ ഒരു നിമിഷം പോലും ഞാൻ കുഞ്ഞിനെ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് അവരുടെ പ്രൈവസിയാണ്, ഞാൻ അതിനൊക്കെ മാനിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു അപ്പൂൻ്റെ ആര്യേൻ്റെയും. ചെറുതിൻ്റെ ഫോട്ടോയും വീഡിയോസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരിടാത്ത അത്രയും സമയം ഞാൻ അതിൽ അവരുടെ പ്രൈവസിനെ മാനിക്കുന്നു. അതൊക്കെ ഞാൻ അവരുടെ പ്രൈവസി ആയിട്ട് കാണുന്നുണ്ട്. അല്ലാതെ അവർക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ ഇടുന്നതിൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ അവർക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്കുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഓക്കെ. ഞാൻ അവർക്ക് കൊടുക്കേണ്ട എല്ലാ പ്രൈവസിയും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും ഒക്കെ മ്യൂച്വലി കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇതിൽ ചേഞ്ച്, അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വന്നതുകൊണ്ട് ഈ ഫാമിലി ഇങ്ങനെ പോകുന്നു. ദൈവം സഹായിച്ച് മറ്റൊരു എന്താ പറയുക, ഇതിലൊക്കെ പ്രശ്നം കാണുകയും എനിക്ക് പ്രൈവസി വേണം, എനിക്ക് ചേച്ചി അങ്ങോട്ട് വരരുത്, ഏട്ടൻ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ എൻ്റേതാണ്, നിങ്ങൾ നമ്മുടെ പ്രൈവസിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ആരും അങ്ങനെ നിൽക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ, പക്ഷേ ആ ചേച്ചിയുടെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് എൻ്റെ അടുത്ത് തെറ്റ് തോന്നിയാൽ ഞാൻ അത് തിരുത്തണം എന്നുള്ളത് കൊണ്ടാണ് ചേച്ചി ആ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിഷ്വൽസും കാര്യങ്ങളൊന്നും കാണിക്കുക അത്രയും ബോറായിട്ട് ഞങ്ങളൊന്നും പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം വൾഗറായിട്ടുള്ള പിക്ചറൈസേഷനോ വൾഗറായിട്ടുള്ള വേർബലായിട്ടോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഡാം ഷുവറാണ്. പക്ഷേ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് യു ആർ എ പാരൻറ്റ്, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടീനെ എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട അങ്ങനെ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഓക്കെ. ഇനി മുതൽ ശ്രദ്ധിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞതാണെങ്കിലും മറ്റുള്ള ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ.